എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആർസയം, ജെ ആർസയം. എന്നെ പ്രദീപ് സാർ വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി. 2015 ആർസിഎമ്മിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തു. പലപ്പോഴും പലരും പറയാറുണ്ട് ആർസിഎമ്മിലേക്ക് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു എന്ന്. പക്ഷെ ആർസിഎമ്മില് ഞാൻ അങ്ങോട്ട് ചെന്ന് ജോയിൻ ചെയ്യുകയായിരുന്നു. ശരിക്കും 2015 11 വർഷക്കാലം ഷിപ്പില് ജോലി ചെയ്ത് VRS എടുത്ത് നാട്ടിലിരുന്ന സമയത്ത് പലപ്പോഴും പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, പലരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടി മാത്രം. അങ്ങനെ 2015 വന്നിരുന്ന സമയത്ത് ജോലി തുടക്കത്തില് ജോലി ഒന്നും ചെയ്തില്ല. മറ്റ് പല എന്താ പറയുന്നത് ബിസിനസ്സുകളിലേക്കൊക്കെ പോയി. അങ്ങനെ അവിചാരിതമായിട്ടാണ് പത്രത്തിൽ ഒരു ബിഗ് നോട്ടീസ് കാണുന്നത്. ജോസാറിനെ എനിക്കറിയില്ല. കൈപ്പഴ സ്വദേശിയാണ് ജോസാറും. ഞാനും കൈപ്പഴ സ്വദേശി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ പരിചയമില്ല. കൈപ്പഴ ജോസ് എന്നുള്ള പേര് കാരണം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് ആ പേരിന് പരിചയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രത്തിൽ ഒരു ബിഗ് നോട്ടീസ് കാണുന്നു, ജീവിതശൈലി രോഗങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു ബിഗ് നോട്ടീസ്. അത് കണ്ട് ഞാൻ ഷോപ്പിൽ ആർസിഎമ്മിന്റെ ഷോപ്പ് PUC ആണ്. 2015 PUC ആണ്. അപ്പൊ സാറിന്റെ ഷോപ്പിന്റെ പുറകിൽ ഒരു ചെറിയ ഹാളുണ്ട്. അവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത്. അന്ന് ചെല്ലുമ്പോൾ കുറെ പ്രോഡക്റ്റുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ആർസിഎം എന്താണെന്ന് അറിയില്ല. ഞാൻ ജീവിതശൈലി രോഗങ്ങളില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. ആർസിഎം എന്താണെന്നോ വരുന്ന ആരാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു നല്ല ക്ലാസ് ആയിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാം, അതിനുള്ള പ്രതിവിധി ആർസിഎമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പ്രോഗ്രാം അവതരിപ്പിച്ചവർ പരിചയപ്പെടുത്തിയപ്പോഴാണ് അത് ആർ മൂർത്തി സാറാണ്, ബിനു സാറാണ്, അതുപോലെ ബാബു സാറാണ് എന്നൊക്കെ മനസ്സിലായി. സോറി. അപ്പം ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആർസിഎമ്മിന്റെ മിക്കവാറും മീറ്റിങ്ങുകളിൽ മൂർത്തി സാറും ബിനു സാറും അതുപോലെ ബാബു സാറും ഒക്കെ ഒരുമിച്ചാണ്. ഇന്നിപ്പോ നമുക്ക് ഈ 3 പേരെ ഒരുമിച്ച് കിട്ടാൻ, മൂർത്തികൾ എന്ന് വേണം നമുക്ക് പറയാം, അവരെ ഒരുമിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ, കാരണം എല്ലാവരും തിരക്കിലാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രോഗ്രാം കേട്ടതിന് ശേഷം ആർസിഎം ഒരു മെമ്പർഷിപ്പ് സ്റ്റാർപ്പുകൾ ജോസാറിൽ നിന്നും എടുക്കുന്നത്. അങ്ങനെ 2020 വരെ ഒരു ഉപഭോക്താവായിട്ട് നിലനിന്നു. ശരിക്കും പറഞ്ഞാൽ ആർസിഎമ്മിന്റെ മീറ്റിങ്ങുകൾ കയറിയില്ല. പലപ്പോഴും 1-2 മീറ്റിങ്ങുകൾ എനിക്ക് തോന്നുന്നു ഞാനും ജോസാറും ഒക്കെ തൃശ്ശൂർ, എറണാകുളത്തൊക്കെ പോയിട്ടുണ്ട്. അതിൽ ഒരു പ്രോഗ്രാം നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറിന്റെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് കേൾക്കാൻ സാധിച്ചു 2015. പക്ഷെ അതൊന്നും കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. സോറി. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു സുരേന്ദ്രഭട്ട് സാർ. അത് ഏറ്റവും അധികം നമുക്ക് അന്നും സ്ട്രൈക്ക് ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ് കംഫർട്ട് സോൺ. നമ്മുടെ നമ്മളെ നിൽക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഏറ്റവും എന്താ പരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയ അത് വിട്ട് നമ്മൾ ഒരിക്കലും പുറത്ത് കടക്കാറില്ല. അപ്പൊ ആ ഒരു മേഖല വിട്ട് നിങ്ങൾ പുറത്ത് വരണം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പൊ അത് അന്നോട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 2020 കോവിഡ് വന്ന സമയത്ത് സൂം മീറ്റിങ്ങുകൾ ആരംഭിച്ചു. അന്ന് ആർസിഎമ്മിനെ കൂടുതൽ പഠിക്കാനായിട്ടും അതുപോലെ ഡയറക്ട് മാർക്കറ്റിംഗിന്റെ പവർ എന്താണെന്നൊക്കെ തിരിച്ചറിയാനായിട്ടൊക്കെ സാധിക്കും. ആദ്യമേ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത മകനായ TCG സ്മരിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപുത്രി പ്രിയങ്ക മാഡം, സൗരവ് സാറ്, സുരേന്ദ്രഭട്ട് സാറ് തുടങ്ങിയ എല്ലാവരെയും സ്മരിക്കുന്നു. അതുപോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സഹോദര മൂർത്തി സാറ്, അഖില മാഡം, അതുപോലെ റൂബി ബിനു സാറ്, സെസിലി മാഡം, അതുപോലെ നമ്മുടെ എല്ലാ മെന്റർ മോട്ടിവേറ്റർ ആയിട്ടുള്ള ബാബു സാറ്, ജെമിനി മാഡം, സ്റ്റാർ ആണ്. എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അതുപോലെ ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാൻ കാരണഭൂതനായിട്ടുള്ള സ്റ്റാർപ്പുകൾ ജോസാറിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാറ് ഒന്ന് വിട്ടുപോയെന്ന് തോന്നുന്നു, വെൽക്കം ചെയ്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അതുപോലെ എല്ലാവരെയും നമുക്ക് സാറായിട്ടുള്ള പ്രദീപ് സാറ്, ശ്രീല ടീച്ചർ, അതുപോലെ ഷാജി സാറ്, സിമി മാഡം, സുമ മാഡം, അതുപോലെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ജോസ് തോമസ് സാറ് റിട്ടയർഡ് അധ്യാപകനാണ്. അതുപോലെ നമ്മുടെ മാത്യു സാറ്, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു.
അപ്പോൾ 2020 ആർസിബി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തെന്ന് പറയാം. അന്ന് നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോവിഡ് വന്ന് മീറ്റിങ്ങുകൾ എല്ലാവരും വീട്ടിലിരിക്കുന്നു, മീറ്റിങ്ങുകൾ കേൾക്കാൻ ധാരാളം മീറ്റിങ്ങുകളുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കുവാനായിട്ട് അവസരം കിട്ടി. അതിനുശേഷം ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് എടുത്ത് ആർസിബിനോട് ഇപ്പോൾ ജീവിക്കുന്നു. സ്റ്റാർ ഗോൾഡ് എന്നുള്ള പിന്നിൽ നിൽക്കുന്നു. ഫാമിലി ബിസിനസ് ആയിട്ട് തന്നെ ചെയ്യും. മിക്കവാറും ദിവസങ്ങളിലൊക്കെ വൈഫും പ്രോഡക്റ്റുകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന അവിടെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ആ രീതിയിലും പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മള് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് കംഫർട്ട് സോണിനെ കുറിച്ചാണ്. നമുക്കറിയാം, ആർസിബിന്റെ മീറ്റിങ്ങുകളിൽ എല്ലാവരും പറയാറുണ്ട്, നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ആർസിബിൽ വരുന്ന 90% ആളുകളും ഒരു വർഷത്തിന് ശേഷം ആർസിബി വിട്ടുപോകും, ബാക്കി 10% ആളുകൾ മാത്രമേ ആർസിബിൽ നിലനിൽക്കുന്നു. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും? നമുക്കറിയാം, ആർസിബിനെ ശരിക്കും പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും വരുമാനം ആഗ്രഹിച്ച്, ആരോഗ്യം ആഗ്രഹിച്ചു വരുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വന്നത് ആർസിബില് ആരോഗ്യം ആഗ്രഹിച്ചു വന്നതാണ്. കാരണം ഡയബറ്റിക് എന്നുള്ള ഒരു ജീവിതശൈലി രോഗം എനിക്കുണ്ടായിരുന്നു. കാരണം ഷിപ്പില് ആ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആരോഗ്യ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന് എനിക്ക് കണ്ണിന് ചോർച്ചയിൽ, തലവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതിന് പെയിൻ കില്ലേഴ്സ് കഴിക്കുമായിരുന്നു. ധാരാളം പെയിൻ കില്ലേഴ്സ് ഞാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകായിരുന്നു ഷിപ്പിലേക്ക്. അപ്പൊ അത് കഴിച്ച അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ പറയുന്ന ഡയബറ്റിക് ഉണ്ടായത്. അപ്പോൾ അത് എങ്ങനെ മാറ്റാം? മെഡിസിൻ കഴിക്കുക. ഞാൻ തുടക്കത്തിൽ 2 വർഷം മാത്രമേ മെഡിസിൻ കഴിച്ചുള്ളൂ. അപ്പം അത് ഇല്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ആ മീറ്റിങ്ങിന് പോയത്. പക്ഷെ അതിനുശേഷം ഇതിലൂടെ ഒരു വരുമാനം കിട്ടുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ശരിക്കും വീണ്ടും സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നത്. പക്ഷെ 5 വർഷം ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ല. 5 വർഷം പാഴെ. ഇത് പറയാൻ കാരണം എല്ലാ മീറ്റിങ്ങും പറയാറുണ്ട്. കാരണം നമ്മൾ വരുന്ന പല ആളുകളും ആർസിബിനെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ വരാതെ ആർസിബിനെ ഇട്ടിട്ട് പോകും. അതാണ് ഈ സംഭവിക്കുന്നത്. 90% ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ ചില ആളുകളുണ്ട്, നമ്മൾ വന്നു കഴിഞ്ഞ് അടുത്ത മാസം, അതിന്റെ പിന്നത്തെ മാസം നമ്മൾ 10,000 വരുമാനം പ്രതീക്ഷിച്ച് വരുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, ഒരു സൈക്കിൾ ടീമിന് ചെറിയ ചെറിയ പരിഷ്കാരങ്ങളാണ് വരുത്തി, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 5 വർഷത്തിന് ശേഷമാണ് റെക്കോർഡുകൾ പിറന്നത് സൈക്കിൾ ടീമിന്റെ. അത് വീഡിയോ എല്ലാവരും കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടക്കത്തിൽ പലരും വന്നില്ല. 6 മണിക്ക് കൃത്യം ആ വീഡിയോ എല്ലാ ദിവസവും ഇടും. ആ വീഡിയോ അല്ല, പല വീഡിയോസ് നമ്മൾ മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും ഇടാറുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ കാണിച്ചതാണ്, ചെറിയ ചെറിയ പരിഷ്കാരങ്ങളാണ് ആ ഒരു പുതിയ കോച്ച് വന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ നമ്മളില് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് 1% നമ്മൾ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ, ഒരു മാസത്തിൽ 1% മാറ്റം കൊണ്ടുവന്നാൽ മതി. അപ്പൊ ദിവസവും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഈ മാറ്റത്തിന് പലരും തയ്യാറാകുന്നില്ല, അതാണ് സംഭവിക്കുന്നത്. ആദ്യമേ നമ്മളിൽ തന്നെ മാറ്റം കൊണ്ടുവരണം. അപ്പം ഞാൻ സ്വയം മാറിയില്ലെങ്കിൽ എനിക്ക് എന്റെ ടീമിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു തോന്നൽ നമുക്ക് എല്ലാവർക്കും, ഒരു വിശ്വാസം നമുക്കുണ്ടാകും. അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് പഠനം ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബാബു സാർ പറഞ്ഞ പോലെ നമുക്ക് സൂം മീറ്റിങ്ങുകളുണ്ട്, നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങുകളുണ്ട്. ഇതിനകത്തെല്ലാം നമ്മൾ ആർസിബിനെ പഠിക്കുന്നുണ്ട്. ആർസിബി ശരിക്കും പറഞ്ഞാൽ നേരത്തെ വന്ന ആളുകൾക്കൊക്കെ ആർസിബിനെ എല്ലാവരും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ആർസിബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർസിബി ഇട്ട് ആരും പോകില്ല. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വൈകിട്ട് അർജുൻ സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 7 ദിവസത്തെ ഒരു കോഴ്സായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ആനുകാലികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർസിബി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇനി വരുന്ന യൂത്ത്, അല്ലെങ്കിൽ തലമുറ ആർസിബിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 6.28% ആയിരുന്ന അൺഎംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ 8%-ലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഈ ഏപ്രിൽ മാസം ആയപ്പോൾ. 1-2 മാസത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പം ഈ ഒരു വർഷം അവസാനിക്കുമ്പോഴത്തേന് എത്ര ശതമാനമായിരിക്കും തൊഴിലില്ലായ്മ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ജോലി കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആർസിബിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പല ആളുകളും, 90% ആളുകളും വിട്ടുപോകുന്നത്? ഒന്നാമത്തെ മെയിൻ കാരണം ഇതാണ്, നമ്മള് കംഫർട്ട് സോൺ ആണ്. അതാണ് ഞാൻ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് ചെയ്യുന്ന, അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ കൈപ്പുഴ നീണ്ടൂർ, ഞാൻ എന്റെ സ്വദേശം കൈപ്പുഴയാണ്, ഷോപ്പ് നീണ്ടൂരാണ്. അപ്പോൾ ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ കൈപ്പുഴ, നീണ്ടൂർ അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പൊ അതിന് വെളിയിലേക്ക് അല്ലെങ്കിൽ കോട്ടയം ജില്ല വിട്ടു പോകാനായിട്ട് ചിലപ്പോൾ തയ്യാറാകില്ല. അത് എന്നെ മാത്രമല്ല, ഇപ്പം ഈ പറയുന്ന പലരിലും ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ജില്ല വിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ട് വർക്ക് ചെയ്യുന്ന ധാരാളം ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള ആ ഒരു ഏരിയ വിട്ട് നമ്മൾ പോകാനായിട്ട് തയ്യാറാകുന്നു. അപ്പം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഫെമിലാരിറ്റി സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കംഫർട്ട് സോണിനെ നമുക്ക് ഒരു ഫെമിലാരിറ്റി സോൺ എന്ന് പറയാം. അപ്പം ഇതിനെ നമുക്ക് ഈ ഒരു സോണ് വിട്ടു പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വിട്ടു പോകാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കാത്തത് എന്നുള്ളതിന്റെ ഒരു 7 കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതാണ് നമുക്ക് ഫിയർ ഓഫ് അൺനോൺ എന്ന് പറയും. നമുക്ക് ഈ ഒരു കംഫർട്ട് സോൺ വിട്ടു പോകുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അപ്പം പുതിയൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ അത് നമ്മളെ എപ്പോഴും എന്താ പറയുക, പിന്നോട്ട് വലിക്കുന്ന ഒരു കാരണമായിരിക്കും. പിന്നെ നമുക്കുള്ളതാണ് ഫിയർ ഓഫ് ഫെയിലിയർ. ഇനി നമ്മൾ ആ ഒരു ഏരിയ വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തോൽക്കുമോ എന്നുള്ള ഒരു ഭയം. അപ്പൊ നിൽക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ അങ്ങ് നിന്ന് പോയാൽ മതി. ഇനി ഇവിടെ നിന്ന് അങ്ങ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോൽക്കുമോ എന്നുള്ള ഒരു പേടി നമ്മുടെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കുള്ളതാണ് ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ. നമ്മുടെ കൺട്രോള് വിട്ടുപോകുമോ എന്നുള്ള, അപ്പൊ നമ്മളൊരു കൺട്രോളിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഏരിയ വിട്ട് നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുക എന്നുള്ള ഒരു പേടി നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ ഉള്ളതാണ് നമുക്ക് ഫിയർ ഓഫ് സോഷ്യൽ ഡിസപ്രൂവൽ. അപ്പൊ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടാകും. ചുറ്റുപാടുമുള്ള ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അവർ നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ പോയിട്ട് അവിടെ നമുക്ക് ശരിക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ അവിടെ തോറ്റു പോകുമ്പോഴത്തേനും നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുന്നത്, നമ്മുടെ ഒരു സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് ചിലപ്പോൾ ഇല്ലാതാവോ, അല്ലെങ്കിൽ നമ്മളെ അത് കഴിയുമ്പോഴത്തേനും നമ്മൾ തോറ്റു പോകുമ്പോഴത്തേനും നമ്മളെ ആളുകൾ കളിയാക്കുമോ എന്നുള്ള ഒരു പേടി നമ്മളെ അലട്ടുന്നുണ്ട്. പിന്നെയാണ് നമുക്ക് ഫിയർ ഓഫ് ഡിസ്റ്റർബിങ് റൂട്ടീൻ. നമ്മുടെ റൂട്ടീനുകൾ, നമ്മുടെ ദിനചര്യകൾ. അപ്പൊ നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ദിനചര്യകളൊക്കെ ചെയ്തതിന് ശേഷം ചിലപ്പം നമ്മുടെ ആക്ടിവിറ്റീസ്, യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ രാവിലെ കിടന്ന് ഉറങ്ങുന്ന, അതാണ് നമ്മളെ ഫെയിലിയർ ആകാനുള്ള കാരണം. നമ്മൾ രാവിലെ 6 മണിക്ക് സൂം മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അത് രാവിലെ എഴുന്നേൽക്കണം, അല്ലേ? അപ്പം അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, ദൂരെ പോകണം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് എന്താ പറയുന്നത്, ഡിസ്റ്റർബൻസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ദൂര സ്ഥലത്ത് പോകുമ്പോൾ എല്ലാം നമുക്ക് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരും. രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, ഒരു എന്താ പറയുന്നത്, നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന ഏരിയ വിട്ട് മറ്റു ജില്ലകളിലേക്ക് പോകുക, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊക്കെ ഒത്തിരി നമുക്ക് നമ്മുടെ ആ ഒരു ദിനചര്യകളെ നമുക്ക് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ രാവിലെ കുറെ കൂടെ നേരത്തെ എഴുന്നേൽക്കേണ്ടതായിട്ട് വരാം. നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ ഒത്തിരി എന്താ പറയുന്നത്, ട്രാവലിംഗ് ഉണ്ടാകാം. അതൊക്കെ നമ്മളെ ചിലപ്പം പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങളാണ്. പിന്നെ ഉള്ളതാണ് നമുക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ വൺസ് എബിലിറ്റി. നമുക്ക് നമ്മുടെ എബിലിറ്റിയിൽ, നമ്മുടെ കഴിവിൽ നമുക്കൊരു വിശ്വാസക്കുറവുണ്ടാകും. ഞാനിപ്പം നിൽക്കുന്നിടത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആളുകളോടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അവരൊക്കെ ഇടപെട്ട് അങ്ങ് പോയാൽ മതി. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വെളിയിലേക്ക് ചാടുമ്പോൾ എനിക്ക് പരിചിതമല്ലാത്ത ധാരാളം ആളുകൾ വരും. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് മറുപടി പറയാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ കഴിവുകളുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകും. അപ്പം കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പേടി ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാരണമാണ്. പിന്നെ നമുക്ക് ബയോളജിക്കൽ റെസ്പോൺസസ് ടു സ്ട്രെസ്. ഇപ്പം നമ്മൾ ആ ഏരിയ വിട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും, സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇത് നമ്മുടെ ശരീരഭാഗങ്ങളിലും അത് പ്രതികരിക്കാൻ തുടങ്ങും.
അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് പലപ്പോഴും ഇറിറ്റേഷനുകളൊക്കെ ഉണ്ടാവുക. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ആ ഒരു നമ്മുടെ ഇപ്പം നിൽക്കുന്ന ആ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ചാടുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ നമ്മളെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോകുമ്പം നമ്മളുടെ റൂട്ടീന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളൊക്കെ പുറത്ത് പോയവർക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളുടെ എന്താ പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ട്രെയിനിൽ പോയപ്പോഴത്തേന് ഒരു ബാംഗ്ലൂർ പോയ സമയത്താണ് ട്രെയിൻ ലേറ്റ് ആയി. 3.5 4 മണിക്കൂർ ലേറ്റ് ആയി. അപ്പൊ തന്നെ നമ്മുടെ എന്ത് പറ്റി, നമ്മുടെ റൂട്ടീനുകളെല്ലാം മാറി. നമുക്ക് രാവിലെ ഒന്ന് അല്ലെങ്കിൽ ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് ഫ്രഷപ്പ് ആകേണ്ട, അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ഫ്രഷപ്പ്, ഹോട്ടലിലോ ഒക്കെ ഇറങ്ങി നമ്മൾ ഫ്രഷപ്പ് ആകേണ്ടതാണ്. അപ്പൊ അത് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം ചെയ്യാതെ വരുമ്പോഴത്തേനും നമുക്ക് ആപ്പാട് ഒരു ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് പിന്നെ അത് ആകുമ്പോഴത്തേനും നമുക്ക് മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനുണ്ടാകും. നമുക്ക് മനസ്സിനെ അത് ബാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങളാണ്, നമ്മൾ ഈ ഒരു നിൽക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട്. ഇനി നമുക്ക് അത് ഒന്നുകൂടെ വേണേൽ പറയാം. നമുക്ക് ആദ്യം അത് ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് ഫിയർ ഓഫ് അൺനോൺ, നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴത്തേന് നമ്മളെ പുറകോട്ട് വലിക്കും. നമുക്ക് പേടിയുണ്ടാകും. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, അപ്പം അത് നമ്മളെ പുറകോട്ട് വലിക്കും. അങ്ങനെ ഒരു പേടി ഉണ്ടാവും. പിന്നെ നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കുമോ എന്നുള്ള ഒരു പേടി. പിന്നെ നമുക്ക് ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ, നമ്മുടെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കാര്യം. പിന്നെ നമുക്കുള്ളതാണ് ഫിയർ ഓഫ് സോഷ്യൽ ഡിസപ്രൂവൽ, നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകൾ എന്ത് വിചാരിക്കും, അവര് നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് സപ്പോർട്ട് ഇല്ലാതാകുക, നമ്മളെ കളിയാക്കുക എന്നുള്ള ഒരു പേടി. പിന്നെ നമുക്ക് നമ്മുടെ റൂട്ടീൻ, നമ്മുടെ ദിനചര്യകൾ, അല്ലെങ്കിൽ അത് നമ്മളെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ള ഒരു പേടി. പിന്നെയുള്ളതാണ് നമുക്ക് നമ്മുടെ ആ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസമില്ലായ്മ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാം കഴിവുകളുള്ളതാണ്. പക്ഷെ ആ കഴിവിനെ നമ്മൾ വളർത്താനായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് അവിടെ നിന്ന് വെളിച്ചാടുന്നത്. അപ്പൊ നമ്മൾ സൂം മീറ്റിങ്ങുകൾ തന്നെ ആണെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ, എനിക്കൊന്നും കൂടുതൽ ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ പേടിയായിരുന്നു. അപ്പം ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നമ്മൾ സംസാരിച്ചാണ് നമുക്ക് ആ കഴിവിനെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിവുള്ള വ്യക്തി എന്നാണെന്നല്ല പറയുന്നത്. അപ്പൊ ആ കഴിവിനെ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുന്നത്, ബയോളജിക്കൽ റെസ്പോൺസസ് ടു സ്ട്രെസ്, നമ്മുടെ എന്താ പറയുക, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മറ്റു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരുപാട് സ്ട്രെസ്, പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അവയവങ്ങളും അതിനെതിരായിട്ട് പ്രതികരിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾക്ക് മടിയുണ്ടാകും. അപ്പം ഞാന് പഠനത്തിന് ശേഷം ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും നിന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാന് അവിടെ നിന്ന് ബോംബെക്ക് പോയി. ബോംബെ നമുക്കറിയാം മഹാനഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പം കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെ അതുപോലുള്ള പഠനത്തിന് ശേഷം നമ്മൾ വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ വീട്ടിലെ അച്ഛൻ അമ്മയ്ക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകണോ എന്നുള്ള ചിന്ത വീട്ടില് പോകണ്ട എന്നുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം ബന്ധുക്കളൊക്കെ പറഞ്ഞു, അവരെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാന് നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫൊക്കെ ആയിട്ട് നിൽക്കാം. നല്ലൊരു സാലറി ഒക്കെ ഉണ്ടാവും. പക്ഷെ വിദേശത്തെ ഒരു ജോലിയാണ് ഞാൻ അന്ന് സ്വപ്നം കണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബോംബെക്ക് പോയി. കാരണം ബോംബെ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം അക്കോമഡേഷന്റെ കാര്യങ്ങൾ, ട്രാവലിംഗ്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം താമസം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ട്രെയിനിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ജോലി, അല്ലെങ്കിൽ ഡബിൾ ഡ്യൂട്ടി ഒക്കെ ട്രിപ്പിൾ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ഒരു എഫക്റ്റാണ്. അതുപോലെ തിക്കും തിരക്കുള്ള ഇതാണ് യാത്ര. അത് ബോംബെ പോയിട്ട് അനുഭവിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ നമ്മുടെ അതിനുശേഷം ഉണ്ടാകുന്ന ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സമയത്ത് ഉണ്ടായതാണ്. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ റൂട്ടീൻ തന്നെ തെറ്റുന്നു, ഒരുപാട് സഫർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ
അതിനെ മറികടന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറ്റും, നമുക്കൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിന് പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങളാണ് ഈ പറഞ്ഞ 7 കാരണങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കംഫർട്ട് സോൺ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആക്ഷൻസുകളുണ്ട്. അത് ഒരു 7 കാര്യങ്ങളുണ്ട്. അപ്പം ഈ എന്താ പറയുന്ന കംഫർട്ട് സോണുകളെ കുറിച്ച്, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണങ്ങളെ കുറിച്ച് ഫോബ്സ് പോലുള്ള വലിയ കമ്പനികളുടെ അവർക്ക് ഈ കോച്ചുമാരുണ്ട്, അവരുടെ ഒരു കൗൺസിലുണ്ട്. അപ്പൊ അവര് നിർദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ അത് പറയാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമതാണ് ബ്രേക്കിംഗ് ന്യൂസ് ടാക്സ് ഇൻടു മിനി സ്റ്റെപ്സ്. അപ്പൊ നമുക്ക് വലിയൊരു ടാസ്ക് കിട്ടുകയാണ്, അല്ല വലിയൊരു നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റിലേക്ക് നമുക്ക് പോകണം. അതിനെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കുക. അതുകൊണ്ടാണ് നമ്മളുടെ മീറ്റുകൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ 5 വർഷത്തെ ഒരു ലോങ് ടൈം പ്ലാൻ വേണം നമുക്ക്. 3 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ, 1 വർഷത്തെ, 6 മാസത്തെ, പിന്നെ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് 3 മാസത്തെ കൊണ്ടുവരാം, 1 മാസത്തെ കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ആഴ്ചകളിൽ, ഒരാഴ്ചയിലുള്ള നമ്മുടെ അച്ചീവ്മെന്റുകളെ, അച്ചീവ്മെന്റ് അല്ല, നമ്മുടെ പ്രവർത്തനങ്ങളെ, അതിനുശേഷം നമ്മൾ ഒരു ദിവസം മൈക്രോ രീതിയിലേക്കുള്ള തലത്തിലേക്ക്. അപ്പം നമ്മൾ അതിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് കൊണ്ടുവരിക. അതല്ലേ ഞാൻ ഈ ആഴ്ച, ഇപ്പൊ നമുക്കറിയാം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഇതാണ്, നമുക്ക് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഈ വർഷം അവസാനം ആവുമ്പോൾ, ഡിസംബർ അവസാനം ആവുമ്പോൾ ഞാൻ ഇന്ന ലെവലിലേക്ക് എത്തിയിരിക്കും, അതിലൂടെ എനിക്ക് ഇന്ന ഒരു വരുമാനത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ 6x6 നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ പ്രോസ്പെക്ടിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രീംസിന്റെ ലിസ്റ്റ് കൂടെ ഉണ്ടാക്കണമെന്ന് പറയും. അപ്പൊ ആ ഡ്രീംസിനെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം, അല്ലെ അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഇടണം. അപ്പൊ ആ ഡേറ്റ് ഇടുമ്പോഴാണ് ആ ഡ്രീംസിനെ ഒരു ഗോളാക്കി മാറ്റാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ സ്വപ്നം കണ്ട സ്വപ്നം എഴുതി വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. പക്ഷെ ഞാൻ ആ കണ്ട സ്വപ്നം എനിക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ ഡിസംബർ അവസാനം എനിക്ക് സാധിക്കണം എന്ന് നമ്മൾ ഒരു ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇന്ന ലെവലിൽ എത്താനായിട്ട് ഒരു ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ഗോളാണെന്ന് പറയും. ആ ഗോളാണ് എനിക്ക് ഈ വർഷം എത്തിച്ചേരേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പം ഞാനിപ്പോ ഒരു പേളാകും, അല്ലെങ്കിൽ ഒരു റോയൽറ്റിയിലേക്ക്, അല്ലെങ്കിൽ സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു പേളാകും, ടെക്നിക്കൽ ലീഡർ ആകും, അച്ചീവ്മെന്റിലേക്ക് എത്തുമെന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല. അപ്പൊ അതിന് എനിക്കെന്ത് വേണം, ചെറിയ ചെറിയ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റാർ ഗോൾഡിൽ നിന്ന് പ്ലാറ്റിനത്തിലേക്ക് പോകണം. സ്റ്റാർ പ്ലാറ്റിനം 3 മാസം മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ശേഷം നമുക്ക് പോകാനായിട്ട് പേളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പം അതിന് മുന്നായിട്ട് അടുത്ത ലെവലിലേക്ക് പോയിട്ട് വേണം നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ അതിന് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി, അപ്പം ഓരോ മാസവും നമ്മളുടെ എന്ത് ചെയ്യുക, നമ്മളുടെ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അത് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ ടീമിലുള്ള എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അടുത്ത ലെവലിലേക്ക്, ഇപ്പം ബിഗിനർ ആയെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പിന്നെ സ്റ്റാർട്ടർ ആകണം. അപ്പൊ അത് സ്റ്റാർട്ടർ ആണെങ്കിൽ നമ്മൾ ഈ മാസം ചെയ്യണം, അല്ലെങ്കിൽ ഈ മാസത്തെ അവസാനം നോക്കിയാൽ പോരാ, അത് നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നമ്മൾ ഇതിന്റെ ഇമ്പ്രൂവ്മെന്റ് നോക്കണം. കഴിഞ്ഞ മാസമായിട്ട് നമുക്ക് എന്ത് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട്, അപ്പം ഡിസംബറിലേക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിന് മുമ്പായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട മറ്റ് ലെവലുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ചെറിയ ചെറിയ ലെവലുകളാക്കിക്കൊണ്ട്, അല്ല ഞാൻ ഉടനെ ഡയമണ്ട് ആകുമെന്ന് പറയാൻ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ അച്ചീവ്മെന്റുകളെ കൊണ്ടുവരിക. അതിന് നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ ഇടുക. അപ്പം തുടക്കത്തിൽ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, എന്താണ് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഓടിക്കുന്ന സൈക്കിളിന് പ്രശ്നം ഉണ്ടായിരുന്നു, ഓടിക്കുന്ന അല്ലെങ്കിൽ അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു, അതിന്റെ സൈക്കിളിന് ഈവൻ ഗ്രീസ് വരെ ഇടുന്ന കാര്യത്തിൽ ഇതുണ്ടായിരുന്നു, അവർ കിടക്കുന്ന, രാത്രിയിൽ കിടക്കുന്ന അവരുടെ ആ ഒരു പൊസിഷന് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കറക്റ്റ് ചെയ്തപ്പോ, അപ്പം അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ്, 5 വർഷത്തിന് ശേഷമാണ് ആ ഒരു സൈക്കിൾ ടീം വേൾഡ് റെക്കോർഡ്, ഒളിമ്പിക്സിലും മറ്റുള്ള മത്സരങ്ങളിലൊക്കെ വേൾഡ് റെക്കോർഡ് ഇട്ടത്. അപ്പം അതിനുശേഷം വർഷങ്ങളോളം അവരാണ് ആ ഒരു കിരീടം നിലനിർത്തിയത്. അപ്പൊ അത് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് RCB വന്നു വെച്ചാൽ നാളെ നമുക്ക് വലിയൊരു വരുമാനം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അത് നമ്മൾ, അതുകൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ് പറയുന്നത്, RCB എന്ന് പറഞ്ഞാൽ നമ്മൾ 2 3 വർഷം അല്ല 5 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന വലിയ നേട്ടങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ ഇടണം. അല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞ് വെച്ച് അടുത്ത മാസം നമുക്ക് വലിയ വരുമാനം പ്രതീക്ഷിച്ച് ഒരിക്കലും ആശകൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടതാണ് ക്രിയേറ്റിംഗ് ഹാബിറ്റ്സ് അറൗണ്ട് ദി ന്യൂ ടാസ്ക്. അപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്ന പുതിയ ടാസ്കുകൾ, ഇപ്പൊ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേന് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെ ഒരു ഹാബിറ്റ് ആയിട്ട് കൊണ്ട് എടുക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്കുകൾക്ക് പുതിയ ഒരു ഹാബിറ്റോടെ സൃഷ്ടിക്കണം. അപ്പം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് ആക്കണം. രാവിലെ എഴുന്നേൽക്കാനായിട്ട് നമുക്ക് വലിയ ശീലമില്ല. രാവിലെ ഉണർവില്ല, അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിൽ കേൾക്കുക. അത് കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാണ്. ആ സമയത്ത് വിജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പല ലീഡേഴ്സിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അപ്പൊ അത് നമുക്ക് താല്പര്യമില്ല. അപ്പൊ അതിനൊരു ശീലമാക്കണം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. രാവിലെ 5:05 അല്ല 5 മണിക്ക് എഴുന്നേൽക്കുക. 5-ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് അല്പം എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു 5:30 കൂടി ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് 11 രാവിലെ 11 മണിക്കുണ്ട്, 6:15 രാത്രി 8 അത് നമുക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ എല്ലാ മീറ്റിംഗ് കേൾക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് കേൾക്കാൻ സാധിക്കുന്ന ആ ഒരു സമയം നമ്മൾ കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഇരുന്ന് എഴുതിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ അത് എഴുതിയെടുക്കാനായിട്ടുള്ള ഒരു ശീലമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് ഇതാണോ അതിന് നമുക്ക് ഒരു ഹാബിറ്റും കൂടി ശീലം കൂടി ആക്കുക. അപ്പം എല്ലാ ദിവസവും കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ശീലമായിക്കോളും. നമ്മൾ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുന്നേൽക്കും. പിന്നെ നമുക്ക് ക്രിയേറ്റിംഗ് ഹാബിറ്റ്സ് അറൗണ്ട് ദി ന്യൂ ടാസ്ക്. പിന്നെ നമുക്കുള്ളതാണ് റിവാർഡ് യുവർ സെൽഫ് ഫോർ ഡൂയിങ് അൺകംഫോർട്ടബിൾ തിങ്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവും. ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ തന്നെ സ്വയം നമുക്കൊരു റിവാർഡ് കൊടുക്കാം. ഞാനത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ആഴ്ച എനിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചു, അല്ലെങ്കിൽ ഈ മാസം എനിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചു. അത് നമ്മളെ തന്നെ ഒന്ന് റിവാർഡ് ചെയ്യുക. ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന്. പക്ഷെ നമുക്ക് അറിയാം, ആർസിഎമ്മിൽ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് റിക്കഗ്നിഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ചെറിയ ലെവൽ തൊട്ട്, ബിഗിനർ തൊട്ട് നമ്മൾ ഏത് ലെവൽ അച്ചീവ് ചെയ്താൽ അവിടെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളിൽ നമുക്ക് ചെറിയ മെന്റേഴ്സ് ഒക്കെ തന്ന് നമ്മളെ റിക്കഗ്നൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നത് നമ്മളോട് തന്നെ സ്വയം ഒന്ന് പറയുക, എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു, ഞാൻ ഇതിലും വലിയ നേട്ടങ്ങളിലേക്ക് പോകുമെന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയും. അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് ഉള്ളിലോട്ട് ചെല്ലും. അപ്പൊ നമ്മുടെ ബോധമനസ്സുണ്ടെങ്കിലും 90% ഉപബോധ മനസ്സാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അത് ഡെയിലി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ വളരെ ആക്റ്റീവാണ്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കാനായിട്ട് ഉപബോധ മനസ്സ് തയ്യാറാണ്. പിന്നെ നമുക്കുള്ളതാണ് വിഷ്വലൈസ് എ പ്ലേസ് വെർ യു ഫീൽ കാം. പിന്നെ നമുക്ക് ഒന്ന് എന്താ പറയുന്നത്, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടം നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് സ്വതന്ത്രമായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഡ്രീംസ് എഴുതുമ്പോഴത്തെ നമ്മൾ വലിയൊരു വീട് ഒക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന്, അല്ലെങ്കിൽ വലിയൊരു കാറ് വാങ്ങിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഡ്രീംസുകൾ എഴുതാറുണ്ട്. 1-2 അല്ല, നമുക്ക് ധാരാളം ഡ്രീംസുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെ നമ്മളൊരു നല്ലൊരു വീട്ടിൽ ഇരിക്കുന്നതായിട്ട് നമ്മളൊന്ന് സ്വപ്നം കാണുക. നമുക്ക് കാമാൻ ക്വയറ്റായിട്ട് ഇരുന്ന് ആരുടെയും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ അക്നോളജ് യുവർ ഫിയർ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് പേടിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അംഗീകരിക്കുക. എനിക്ക് പേടിയുണ്ട്, ഇന്ന കാര്യം ചെയ്യാനായിട്ട് പേടിയുണ്ട്, അതിനെ ഒന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും നമ്മളത് മറച്ചു വെക്കാറുണ്ട്. ആരെങ്കിലും ചോദിക്കുമ്പോൾ, സൂം മീറ്റിങ്ങിൽ വരാമെന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മൾ ചോദിക്കും, അതിന് മിക്കവാറും എതിരായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ പേടിയുണ്ട്. പക്ഷെ ആ പേടിയെ നമുക്ക് ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പം അതൊന്ന് അംഗീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ പേടിയുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്ത് കഴിയുമ്പോൾ, സൂമിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ നാളെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആ പേടി മാറും. അപ്പൊ ആ പേടി അംഗീകരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടി മാറില്ല. പിന്നെ സൂമിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സൂം മീറ്റിങ്ങുകൾ വന്നോളൂ, സംസാരിച്ചോളൂ. മൈക്ക് പിടിക്കാൻ പേടിയുണ്ട്, പക്ഷെ 1-2 പ്രാവശ്യം മൈക്ക് പിടിക്കുക. അപ്പം പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്റ്റേജുകളിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് 1-2 സമയമൊക്കെ ചുമ്മാ നമ്മൾ സ്റ്റേജിലൊക്കെ ഒന്ന് കയറി ഇറങ്ങുക. ഒരു കാര്യമില്ലായിരിക്കും, പക്ഷെ അവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് മാറ്റാനും പഠിക്കാനും ഒക്കെ കയറുക. അങ്ങനെ സ്റ്റേജിൽ കയറാനുള്ള പേടി മാറും. മൈക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് മൈക്ക് 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ, ഒരു പ്രാവശ്യം ഒന്ന് മൈക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും സംസാരിച്ചോളൂ. അപ്പം ആദ്യമേ നമ്മൾ തന്നെ അംഗീകരിക്കുക നമുക്ക് പേടിയുണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതിന് ആ കാര്യം അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടി ഇല്ലാതായിക്കോളും. പിന്നെ അതിന്റെ റോൾ മോഡൽ ഓർ മെന്റർ ടു എമുലേറ്റ്. നമുക്ക് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ നമുക്കൊരു മെന്റർ നമ്മളെ കണ്ടുവെക്കുക. നമുക്കറിയാം, ആർസിഎമ്മിൽ നമ്മളെ വിജയിച്ച ലീഡേഴ്സ് ധാരാളമുണ്ട്. അവരെ നമുക്ക് മെന്റേഴ്സ് ആക്കി വെക്കാം. അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിൽ വിജയിച്ച ധാരാളം ആളുകളുണ്ട്, മഹാന്മാരുണ്ട്. അവരെ വേണേ മെന്ററായിട്ട് വെക്കാം. നമുക്കറിയാം, അസമില് 90% ആളുകൾ ഫെയിൽ ആകാനായിട്ടുള്ള ഒരു കാരണത്തിൽ ഒന്നാണ് തോറ്റ ആളുകളായിട്ടായിരിക്കും
ആളുകൾ കൂടുതൽ സഹവസിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാം നെഗറ്റീവുകളായിരിക്കും. 10ാം ക്ലാസ് പരീക്ഷ അല്ലെങ്കിൽ ഒരു എക്സാമിന് തോറ്റ ഒരാളോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ആ വ്യക്തി എപ്പോഴും അതിന്റെ പരാജയ കാരണമായിരിക്കും പറയുന്നത്, ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഒരിക്കലും ആ രീതിയിലേക്ക് നമ്മൾ പോകരുത്. വിജയിച്ച ആളുകൾ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർട്സിൽ വിജയിച്ച ധാരാളം ലീഡേഴ്സ് ഉണ്ട്. അവരെ നമ്മുടെ മെൻറ്ററോ മോട്ടിവേറ്ററോ അല്ലെങ്കിൽ റോൾ മോഡലോ ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ ആർട്സിൽ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമ്മൾ സ്വയമായിട്ട് ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ബുദ്ധി ഇവിടെ ഉപയോഗിക്കേണ്ട. അതിനുള്ള എല്ലാ നിയമവശങ്ങളും അല്ലെങ്കിൽ 21 ഗോൾഡൻ റൂൾസും എല്ലാം നമുക്കുണ്ട്. അപ്പൊ അവര് ഇതാണ് ചെയ്തത്, അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകും. അപ്പൊ നമുക്ക് ഒരു റോൾ മോഡൽ നമുക്കുണ്ടാകണം. പിന്നെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് റിമെമ്പർ വാട്ട് യു വാണ്ട് ടു അച്ചീവ്, നമുക്ക് എന്താണ് നേടേണ്ടത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ അതിനാണ് നമ്മൾ ഡ്രീംസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അർസിമില് പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഡ്രീംസിന്റെ സ്വപ്നങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആ ഡ്രീംസ് കാണത്തക്ക രീതിയിൽ നമ്മുടെ ബെഡ്റൂമിലോ എവിടെയോ നമുക്ക് ഒട്ടിച്ചു വെക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ പലപ്പോഴും ഓർമ്മപ്പെടുത്തും ഇന്ന സ്വപ്നം നേടി എന്നുള്ളത്. അപ്പൊ അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രേരക ശക്തിയാണ്. അപ്പം അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അതിൽ നമ്മൾ നേടിയതെല്ലാം ടിക്ക് ചെയ്യുക, നേടാനുള്ളത് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ടീമിനെ വളർത്തുക. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ, അപ്പം നമ്മുടെ ലക്ഷ്യങ്ങളായിരിക്കണം നമ്മുടെ മാർഗങ്ങളെ മാറ്റുന്നത്. നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകണം. ലക്ഷ്യബോധം ഉള്ളവരായിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കൂ. പലപ്പോഴും നമ്മളുടെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ലക്ഷ്യമില്ലാത്ത പോക്കാണ്. ഇപ്പം തിരുവനന്തപുരത്തിന് പോകണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിനുള്ള ബസ്സിൽ കയറണം, അതിൽ എറണാകുളത്തുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ എറണാകുളത്തെ എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഡയമണ്ട് അല്ല സ്റ്റാർ ഡയമണ്ട് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. അതിലേക്ക് എത്താനായിട്ട് ഒരുപാട് എന്താ പറയുന്നത് സമയമെടുക്കും. സമയം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പം ലീഡേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 3 to 5 years, നേരത്തെ 5 വർഷമാണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് ഒരു 3 വർഷം നമ്മൾ അർസമിൽ ശരിക്കും സമർപ്പിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ നമുക്കറിയാം 24 മണിക്കൂറുള്ളിൽ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുന്നു, ബാക്കി 16 മണിക്കൂർ നമുക്കുണ്ട്. ആ 16 മണിക്കൂർ നമ്മൾ ഏത് രീതിയിൽ, ശ്രമത്തിന് 8 മണിക്കൂർ അല്ലെങ്കിൽ അത്രയൊന്നും ആവശ്യമില്ല. അപ്പം ബാക്കിയുള്ള സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ വിജയങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കും. അപ്പം കംഫർട്ട് സോൺ നമ്മൾ ആദ്യമേ ബ്രേക്ക് ചെയ്യണം. അതിന് ബ്രേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് പറഞ്ഞത്. അത് ബ്രേക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളും തുടക്കത്തിൽ പറയുകയുണ്ട്. നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട്, നമ്മുടെ ലക്ഷ്യം അതാണ് ഡ്രീംസ് എന്ന് പറയുന്നത്, അത് നമ്മൾ എഴുതി വെക്കുക. അപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസവും നമ്മുടെ മീറ്റിങ്ങിൽ കാണിക്കൊണ്ട് 1920 1 രൂപ മതിയായിരുന്നു, അതിപ്പം 2000 ആയപ്പോൾ 1,00,000 രൂപ വേണം ഒരു ഫാമിലി ജീവിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇതിപ്പോ 2024 അപ്പം 2040 ആകുമ്പോൾ 10 ലക്ഷം രൂപ വേണം ഒരു ഫാമിലിക്ക് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം 1,00,000 രൂപ എല്ലാത്തവരും ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ജീവിതവും 1,00,000 രൂപ ഉള്ളപ്പം ഉള്ള ജീവിതമായിട്ട് വ്യത്യാസമാണ്. പലതും നമ്മൾ ഒതുക്കി വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്, അല്ലെ? അതൊക്കെ നമ്മൾ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏത് ലെവലിലേക്ക് നമ്മൾ എത്തണമെന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പുകൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ലീഡേഴ്സിന്റെ എല്ലാ സപ്പോർട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങിയുള്ള ഒരു ജീവിതവും അല്ലെങ്കിൽ ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മളുടെ പഞ്ചായത്ത് വിടുക, നമ്മുടെ ജില്ല വിടുക, നമ്മുടെ സംസ്ഥാനം വിടുക, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ബിസിനസ് ചെയ്യാൻ, ഇന്ത്യക്ക് വെളിയിലേക്ക് ആർസി ബിസിനസ് വരാൻ പോവുകയാണ്. അത് ഏത് രാജ്യങ്ങളിലേക്കാണ് വരുന്നത് നമുക്കറിയില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ ബിസിനസ് ഔട്ട് ഓഫ് കൺട്രീസ് ആകുമ്പോഴത്തേനും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി മീറ്റിംഗ് എടുക്കാനുള്ള അവസരമാണ് വരുന്നത്. അതുകൊണ്ട് ഈ കിട്ടിയ ഈ അവസരത്തെ ആരും പാഴാക്കരുത്. ഈ 90% ഞാനെന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെന്ന ഒരു വ്യക്തി ഉണ്ടാകരുത്. ആ 10%ത്തിലേക്ക് നമ്മളും എത്താനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അത് ആരൊക്കെ കേട്ടിട്ടുണ്ട്, ആരൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കും അറിയില്ല. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാത്രി ആയപ്പോഴാണ് ആരെയും കിട്ടുന്നില്ല. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാവരും സ്വയം മുന്നോട്ട് വരിക. പ്രോഗ്രാം ഇപ്പം ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. ജയ ആർ സി.